ഇപ്പോൾ കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിലെ പ്രധാന ആസൂത്രക സിന്ധുവിനെ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ വിദേശത്തെത്തിച്ച് ലൈംഗിക ചൂഷണം നടത്തിയെന്ന കേസിലാണ് സിന്ധുവിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ കേസിൽ നേരത്തെ പിടിയിലായ അലീനയെ ചോദ്യം ചെയ്തതുൾപ്പെടെ അതിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ഈ സംഭവത്തിൽ ഈ സെക്സ് റാക്കറ്റ് കേസിൽ പ്രധാന ആസൂത്രക സിന്ധു ആണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്ക് ദുബായിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് പെൺകുട്ടികളെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ മോഡലിംഗിൻ്റെയും ഫാഷൻ ഷോയുടെയും ഒക്കെ ഭാഗമായി ഇവർ എത്തിച്ചിരുന്നു. സിന്ധുവിൻ്റെ ഏജന്റായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അലീന ഉൾപ്പെടെയുള്ള ആളുകൾ. അലീനയ്ക്കൊപ്പം മഞ്ജിമ, ഇവരെല്ലാം സിന്ധുവിൻ്റെ ഏജന്റുമാരായിട്ടാണ് ഈ പെൺകുട്ടികളെ വിദേശത്തേക്ക് എത്തിച്ചിരുന്നത്. അവിടെ മോഡലിംഗിൻ്റെയും ഫാഷൻ ഷോയുടെയും ഒക്കെ പേരിലാണ് അവിടേക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയിരുന്നത്. പിന്നീട് ദുബായിൽ എത്തിച്ച ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു. പിന്നീട് 57 ദിവസത്തെ വിസിറ്റിംഗ് വിസയിൽ യുവതികളെ വിദേശത്തേക്ക് അയക്കുകയായിരുന്നു ഇവരുടെ രീതി. ഇപ്പോൾ വിപിൻ സി വിജയനുണ്ട് കൊച്ചിയിൽ നിന്നും. വിപിൻ സി, ഇനി എന്തൊക്കെയാണ് പോലീസിന്റെ നടപടിക്രമങ്ങൾ? യെസ്, ഈ മോഡലിംഗിന്റെ മറവിലുള്ള സെക്സ് റാക്കറ്റിലെ മുഖ്യ ആസൂത്രകയായിട്ടുള്ള സിന്ധുവിനെ ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മുംബൈയിൽ നിന്നാണ് പിടികൂടിയത്. പോലീസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അറസ്റ്റ് അവിടെ വെച്ച് അതിന് നടപടിക്രമങ്ങളുടെ ഭാഗമായി അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഒരു പക്ഷേ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനും മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഒരു വമ്പൻ മാഫിയയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. 24 ഈ വാർത്ത പുറത്തുവിട്ടത് ഒരു വലിയ ഒരു ബിഗ് ബ്രേക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു വാർത്തയായിരുന്നു. കാരണം ഇവിടെ നിന്നും മോഡലിംഗിന്റെ ആവശ്യത്തിനായി പെൺകുട്ടികളെ സമീപിക്കുകയും അങ്ങനെ തൽപരകക്ഷികളായിട്ടുള്ള മോഡലിംഗിന് വേണ്ടി ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ദുബായിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ അത് ഒരു സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കുകയുമായിരുന്നു. ഈ സെക്സ് റാക്കറ്റിന്റെ ഭാഗമാക്കിയതിനു ശേഷം അവരുടെ ചിത്രങ്ങൾ അത് അറിയാതെ തന്നെ അത് പകർത്തുകയും വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ ഒറ്റപ്പെടുത്തി ആ നാട്ടിൽ തന്നെ നിർത്തുവാനുള്ള വലിയ ആസൂത്രണം. ശരി, വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നടത്തിയത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിലെ പ്രധാന കണ്ണിയായ സിന്ധുവിനെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.